Hello, I am Dr. Dinesh Jairam, consultant dermatologist at DermaVue Trivandrum. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൈക്രോ നീഡ്ലിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയറിനെ കുറിച്ചാണ്. മൈക്രോ നീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ പിമ്പിൾസ് കഴിഞ്ഞിട്ട് വരുന്ന സ്കാർസ് അല്ലെങ്കിൽ സർജിക്കൽ സ്കാർസ് ഓർ സ്ട്രെച്ച് മാർക്സിന് വേണ്ടി സ്കാർസിന് വേണ്ടി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പം അത് കുറേ ചെറിയ നീഡിൽസ് ഓർ മൈക്രോ നീഡിൽസ് ഉള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ പ്രൊസീജിയർ ചെയ്യുന്നത്. ബിഫോർ ഗോയിങ് ഇൻ ടു ദ പ്രൊസീജിയർ, എന്താണ് ഒരു സ്കാറിൽ സംഭവിക്കുന്ന ബേസിക് പ്രിൻസിപ്പിൾ? അപ്പം നമ്മുടെ സ്കിന്നിൽ നോർമലായിട്ട് കുറച്ച് ഫൈബേഴ്സിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഒരു സ്കാർ ഉണ്ടാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു സ്കിന്നിൽ ഒരു ഡാമേജ് ഉണ്ടായിട്ട് ഒരു സ്കാർ ഫോം ചെയ്യുമ്പം ഈ നോർമൽ അറേഞ്ച്മെൻറ്റ് ഗെറ്റ്സ് ഡിസ്റപ്റ്റഡ്. അപ്പോൾ ആ ഒരു ഡിസോർഗനൈസ്ഡ് അറേഞ്ച്മെൻറ്റിനെ നമ്മൾ ചെറുതായിട്ട് റീമോഡലിംഗ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. മൈക്രോ നീഡ്ലിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൽ കുറേ സ്മോൾ നീഡിൽസ് ഓർ മൈക്രോ നീഡിൽസ് ഉണ്ട്. അപ്പോൾ ഈ നീഡിൽസ് വെച്ചിട്ട് നമ്മൾ ഈ ഡിസോർഗനൈസ് ഫൈബേഴ്സിനെ ചെറിയ ഡാമേജ് ഉണ്ടാക്കുമ്പം അവിടെ ഒരു ഹീലിംഗ് പ്രോസസ്സിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യാണ്. അപ്പോൾ ആ പ്രോസസ്സിന് കൊളാജൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫൈബേഴ്സ് കൂടുതലായിട്ടുണ്ടാകും. ദാറ്റ് ഇസ് വൈ ഇതിൻ്റെ മറ്റൊരു പേരാണ് കൊളാജൻ ഇൻഡക്ഷൻ തെറപ്പി. അപ്പം ആ റീമോഡലിംഗ് പ്രോസസ്സ് വരുമ്പോഴത്തേക്ക് ഹോപ്പ്ഫുള്ളി ദീസ് ഡിസോർഗനൈസ്ഡ് ഫൈബേഴ്സ് കുറച്ചും കൂടെ റീഓർഗനൈസ്ഡ് ആകുമ്പോൾ നമ്മുടെ ആ സ്കാറിൻ്റെ അപ്പിയറൻസ് കുറച്ചും കൂടെ ഒരു നോർമൽ സ്കിൻ അപ്പിയറൻസിലോട്ട് വരാനായിട്ടാണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? നമ്മൾ ഈ ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് നമ്മൾ അഫക്റ്റഡ് ഏരിയാസിൽ ആ സ്കാറിൻ്റെ പുറത്ത് നമ്മൾ ചെറിയ പ്രിക്സ് ഉണ്ടാക്കും. അപ്പം പെയിൻ ഉണ്ടാവാണ്ടിരിക്കാൻ നമ്മളൊരു ടോപ്പിക്കൽ അനസ്തെറ്റിക് ക്രീം അപ്ലൈ ചെയ്ത് ഒരു 45 minutes to 1 hour കഴിഞ്ഞിട്ടാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്ത ഭാഗത്ത് ചെറിയൊരു റെഡ്നെസ് കാണും. ചിലപ്പോൾ ഒരു ഫ്യൂ ഡേയ്സ് കഴിയുമ്പോൾ ചെറുതായിട്ടൊരു സ്കെയിലിംഗ് അല്ലെങ്കിൽ കാണും. നമ്മളുടെ റിസൾട്ട്സ് എപ്പോഴാണ് വരുന്നത്? ഉടനെ നമ്മൾ റിസൾട്ട്സ് ചിലപ്പം കാണത്തില്ല. കാരണം ഈ റീമോഡലിംഗ് പ്രോസസ്സ് ഒരു 2 to 4 weeks to 6 weeks വരെ ചിലപ്പോൾ എടുക്കും നമ്മൾ കാണാനായിട്ട്. അപ്പം പ്രോസസ്സ് നമ്മൾ ഈ പ്രൊസീജിയർ നമ്മൾ ചിലപ്പം മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യേണ്ടി വരും. അപ്പോൾ യൂഷ്വലി ഒരു 4 to 6 weeks ഗ്യാപ്പിലാണ് നമ്മളത് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓരോ തവണ ചെയ്യുമ്പം യു വിൽ നോട്ടീസ് എ സ്ലൈറ്റ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ സ്കാർ ടെക്സ്ചർ. അങ്ങനെ റിപ്പീറ്റഡായിട്ട് ചെയ്യുമ്പം സ്കാർ ജെൻറ്റിലായിട്ട് ഇംപ്രൂവ് ചെയ്ത് ദി അപ്പിയറൻസ് ഓഫ് ദി സ്കാർ വിൽ ഇംപ്രൂവ്. അതുകൊണ്ട് ടു നോ മോർ അബൌട്ട് കൊളാജൻ ഇൻഡക്ഷൻ തെറപ്പി ഓർ മൈക്രോ നീഡ്ലിംഗ്, പ്ലീസ് കൺസൾട്ട് യുവർ നിയറസ്റ്റ് ഡെർമറ്റോളജിസ്റ്റ്.